ജാസ്മിൻ ഗബ്രി. ജാസ്മിൻ ഇനി എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? പറയുന്നത് ഞാൻ ഇനിയും അവനെ കെട്ടിപ്പിടിക്കും, ഇനിയും അവനെ ഹഗ് ചെയ്യും, ഇനിയും അവനെ കൂടെ ഇഷ്ടമായിരിക്കും എനിക്ക്, പക്ഷെ എൻ്റെ കണ്ണിലുണ്ടാവത്തില്ല എന്ന് പറയുന്നു. ഗബ്രി ഈ ഒരു മലയാള സീസണിലും കാണാത്ത ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാര്യം, മനസ്സിൽ തോന്നിയ കാര്യം, എനിക്ക് നിന്നോട് ഒരു റിലേഷൻഷിപ്പ് വെക്കാനും താല്പര്യമില്ല, ഒരു കല്യാണം കഴിക്കാനും താല്പര്യമില്ല, എനിക്ക് കണ്ണിൽ നോക്കി പ്രണയിക്കാൻ മാത്രമാണ് ഇഷ്ടമെന്ന് ഇത്രയും പേടിയില്ലാണ്ട് പറഞ്ഞൊരു ഞാൻ വലിയ പൊക്കി പറയണല്ല കേട്ടാ, എനിക്ക് അതിശയമാണ് തോന്നുന്നത്. എത്രയോ സീസണുകളിൽ വൺ വേ പ്രണയം അല്ലെങ്കിൽ വൺ വേ ലവ് കോംബോ ഒക്കെ പേടിച്ച് ആണുങ്ങൾ ഇരുന്നിട്ടുണ്ട്. അയ്യോ ഞാൻ നോ പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തെന്താവും, നെഗറ്റീവ് അടിക്കുമെന്ന്. പക്ഷേ അപാര ധൈര്യവും തൊലിക്കട്ടിയും തന്നെയാണ് ഞാൻ പറയുന്നത് ഗബ്രീനെ. നമുക്ക് നോക്കാം, കെട്ടിപ്പിടിച്ച് കരയാണ് ജാസ്മിൻ. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. സത്യം ഒരു ബിഗ് ബോസിൽ ഞാൻ കണ്ടിട്ടില്ല ഇത്രയും, അതായത് നമ്മുടെ മലയാളം ബിഗ് ബോസിൽ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ പച്ചയ്ക്ക് പറയുന്നത്. എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ല, ഈവൻ റിലേഷൻഷിപ്പിന് പോലും ഇത്രയും ഒരു 1.5 മാസം ഇങ്ങനെ ഇരുന്നിട്ട് പുറത്ത് നെഗറ്റീവാണെന്ന് മനസ്സിലായി, കോംബോയിൽ ഭയങ്കര ഓവറായി വെറുപ്പിച്ചെന്ന് എല്ലാം മനസ്സിലായി. കാര്യം ഓൾറെഡി വൈൽഡ് കാർഡുകളിൽ നിന്ന് മനസ്സിലായി, സായിൽ നിന്ന് മനസ്സിലായി, റസ്മിൽ നിന്ന് മനസ്സിലായി, എല്ലാം മനസ്സിലായിട്ടുണ്ട്. എന്നിട്ടും പുറത്ത് പ്രേക്ഷകരുടെ അടുത്ത് നിന്ന് നെഗറ്റീവ് കിട്ടും എന്ന് ഉറപ്പായിട്ട് കൂടി കിട്ടും എന്നുള്ള ചാൻസ് ഉണ്ട്. കാര്യം ഒരു പെൺകുട്ടിയെ പച്ചയ്ക്ക് പറഞ്ഞ തേപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ആൾക്കാർ പറയുന്നുണ്ട് കമന്റ് ബോക്സിൽ. എൻ്റെ ഒരു ഗതികേടെ ഈ വാക്കുകളൊക്കെ പറയാം, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ റിവ്യൂവിൽ ഇങ്ങനത്തെ വാക്കുകളൊക്കെ പറയുന്നത്. സത്യമായിട്ട് വേടാ, സോറി കേട്ടാ, ഈ ഫ്ലേട്ടിങ്ങും ഈ വാക്കുകളൊക്കെ ഞാൻ പറയുന്നത് എന്ത് ചെയ്യാൻ, ഗതികേടായിപ്പോയി. പറയാം, എന്തോ ചെയ്യാം, പറഞ്ഞല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം തേപ്പ് എന്നാണ് ആൾക്കാർ കമന്റ് ബോക്സിൽ പറയുന്നത്. ഈ ഒരു സംഭവം ഈ പയ്യൻ ഇത് പറഞ്ഞതൊരു സത്യമായിട്ട് ഞാൻ വലിയ സംഭവമായിട്ടും ഗബ്രീനെ പൊക്കുന്നതല്ല, പക്ഷെ ഒരു അതിശയം തന്നെ കേട്ടോ. ആ മനക്കട്ടി, ആ മനോധൈര്യം, ആ തൊലിക്കട്ടി. കാര്യം വേണമെങ്കിൽ പുറത്ത് ഭയങ്കര നെഗറ്റീവ് ആയിക്കൂടെ? ഇത്രയും മാസം ഒരു പെൺകുട്ടിയുടെ കൂടെ ഇരുന്നിട്ട് ഇങ്ങനെയായി ഭയങ്കരമായ നെഗറ്റീവായി വൈറലായി ജബ്രി കോംബോ, എന്നിട്ട് പച്ചയ്ക്ക് ഇങ്ങനെ പറയണമെങ്കിലേ, ഇവൻ ഒരു റിലേഷൻഷിപ്പിന് പോലും താല്പര്യമില്ല എന്ന് പറയണമെങ്കിൽ, റിലേഷൻഷിപ്പ് അതിന് പോലും താല്പര്യമില്ലെന്ന് പച്ചയ്ക്ക് പറയണമെങ്കിൽ ആ ഒരു ഒന്നും നോക്കുന്നില്ല, വ്യൂവേഴ്സിനെ നോക്കുന്നേ ഇല്ല. അതായത് എന്തോ ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഗബ്രി നിൽക്കുന്നത്. ഇവിടെ റസ്മിനെ കെട്ടിപ്പിടിച്ച് കരയാ, എൻ്റെ 7 ആഴ്ച വേസ്റ്റായി. ഇവൻ ഒരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. അതായത് ഗബ്രിയിൽ നിന്ന് ജാസ്മിൻ ആഗ്രഹിച്ചത് ഞാൻ പിന്നെ പറയാം, ഇപ്പം എനിക്ക് ഇവിടെ പറയാൻ പറ്റില്ല ജാസ്മിനെ, ആൾക്കാരുണ്ട്, പ്രേക്ഷകരുണ്ട്, പുറത്തിറങ്ങിയിട്ട് നമുക്ക് സംസാരിക്കാം. സാധാരണ ഇങ്ങനെ പറയലുണ്ട് ആൾക്കാർ, പുറത്തിറങ്ങിയിട്ട് കഴിഞ്ഞ ബിഗ് ബോസുകളിലൊക്കെ ഇങ്ങനെ പറയലുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും അവൻ പറഞ്ഞില്ല. ഒറ്റ രാത്രി കൊണ്ട് അവനെ എനിക്ക് മനസ്സിലായി. പിന്നെ അവനൊരു ഹാബിറ്റ് ഉണ്ട്, അവന് സ്ഥിരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ അവനൊരു ഹാബിറ്റാണ്. കഴിഞ്ഞ ആഴ്ച മൊത്തം ഞാൻ കരഞ്ഞോണ്ടിരിക്കുകയായിരുന്നു, കഴിഞ്ഞ ആഴ്ച മൊത്തം ഞാൻ കരയുകയാണ്. അത് എനിക്ക് മനസ്സിലായി, അവൻ്റെ ഹാബിറ്റാണ്. ഞാൻ തന്നെയാണ് ഉത്തരവാദി എന്ന് ജാസ്മിൻ സ്വയം പറയുന്നുണ്ട്. ഞാൻ പറയുന്ന ഒരു സെൻറ്റൻസ് അവൻ പറയാതിരുന്നെങ്കിൽ, അതായത് എനിക്ക് റിലേഷൻഷിപ്പിന് പോലും ഈ ഒരു ജാസ്മിനെ താല്പര്യം എന്ന് പറയുമ്പം ജാസ്മിൻ അതെ ഇപ്പം ഞാനിങ്ങനെ പറയുന്നത് നടന്ന കാര്യമാണ്, അല്ലാതെ ഞാൻ അവരുടെ ഗെയിമിനെ കുറിച്ചിട്ടൊന്നും അനലൈസ് അല്ല ചെയ്യുന്നത്. ഇപ്പം നടന്ന കാര്യം ലൈവ് അപ്ഡേറ്റ് ആണ്. ഇപ്പോൾ കുറച്ച് പേര് കമൻറ്റ് ബോക്സിൽ പറയുന്നുണ്ട്, ചേച്ചിക്ക് അറിഞ്ഞൂടെ ഇത് ഗെയിമാണെന്ന്. എനിക്ക് ഇത് ഗെയിമാവാം, അല്ലാതിരിക്കാം, പക്ഷേ ഇത് ജീവിതമാണ് ഇവർ വെച്ച് കളിക്കുന്നത്. അത് ബാക്കിയുള്ളവരൊക്കെ അവിടെ കളിക്കുന്ന ഗെയിമാണ്, പക്ഷെ ഇവർ കളിക്കുന്നത് ജീവിതം വെച്ചിട്ടാണ്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇവർ കളിക്കുന്നുണ്ട്, നന്നായിട്ട് കളിക്കുന്നുണ്ട്, പക്ഷേ ജീവിതം വെച്ചാൽ കളിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയാം, ലൈവ് അപ്ഡേറ്റ് ആയതുകൊണ്ട് നടന്ന കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ കാണുന്ന ആൾക്കാർക്ക് എന്നെ തെറ്റായിട്ട് തോന്നാം എന്ന് ജാസ്മിൻ പറയുന്നുണ്ട്. പക്ഷേ നിനക്കറിയാലോ റസ്മിനെ, എനിക്ക് സ്നേഹമുണ്ട്, ഞാൻ ഒരിക്കലും അവരെ സ്നേഹിക്കാതിരിക്കില്ല. പിന്നെ നമ്മൾ മാത്രമായി ഇരിക്കുന്ന നിന്നോടവൻ, അപ്പോൾ ജസ്മിൻ പറഞ്ഞത് എന്നോടവൻ പെരുമാറുന്നത് വേറെ, നിന്നോടവൻ പെരുമാറുന്നത് വേറെ. നമ്മൾ 3 പേരും ഇരിക്കുമ്പോൾ അവൻ ഗബ്രി എന്നോട് പെരുമാറുന്നത് വേറെ രീതിയിലാണ്, അല്ലേ ജാസ്മിനെ, അല്ലേ റസ്മിനെ എന്ന് ജാസ്മിൻ തന്നെ ചോദിക്കുന്നുണ്ട്. ജനങ്ങളെ ബോധിപ്പിക്കുകയെന്നും വേണ്ട, എനിക്ക് ആദ്യം എന്നെ ബോധിപ്പിക്കണമായിരുന്നു, അത് നടന്നു. ഇവൻ്റെ എക്സ്പ്ലനേഷൻ നീ കേൾക്കണം എന്നാണ് റസ്മിൻ പറയുന്നത്, നീ കേൾക്കണം. പിന്നെ ഒരിക്കലും എനിക്ക് അവനോടുള്ള ഇഷ്ടത്തിന് ഒരു കുറവും ഉണ്ടാവില്ലെന്ന് ജാസ്മിൻ പറയുന്നുണ്ട്. എനിക്കറിയാം, ഞാൻ പല കാര്യങ്ങളും റീവൈൻഡ് അടിക്കുകയാണ്. ഈ ആഴ്ചയിൽ ഞാൻ പോയില്ലെങ്കിൽ ടോപ്പ് 5 ആകും എന്ന് റസ്മിൻ ജാസ്മിനോട് പറയണം. നീ പോയില്ലെങ്കിൽ നീ ടോപ്പ് 5 ആകും ജാസ്മിൻ എന്തായാലും ടോപ്പ് 5 ആയിരിക്കും എന്നാണ് റസ്മിൻ ജാസ്മിനോട് പറയുന്നത്. എൻ്റെ എല്ലാം പോയടി എന്ന് ജാസ്മിൻ പറയാണ്. ഇനി അത് നീ തന്നെയാണ് കാരണം, നീയാണ് റെസ്പോൺസിബിൾ ഇതിനെല്ലാം, അതെനിക്കറിയാം ഞാൻ തന്നെയാണെന്ന്. അപ്പം ഞാൻ ഇന്ന് അഭിഷേകിനോട് ചോദിച്ചു, ബട്ട് അവൻ പറഞ്ഞു ഞാൻ പോകത്തില്ല ഈ ആഴ്ചയിൽ നിന്ന്, പക്ഷേ എനിക്കറിയാം, ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഞാൻ പോവരുതേ എന്ന്. അപ്പോൾ പിന്നെയും നീ അവൻ്റെ അടുത്ത് പോയാൽ ഈ കൈ ഉണ്ടാവില്ല കേട്ടോ ജാസ്മിനെ എന്ന് റസ്മിൻ പറയുന്നു. ഞാൻ അവൻ്റെ അടുത്ത് പോകും, കെട്ടിപ്പിടിക്കും, ഹഗ് ചെയ്യും, അവനോട് എനിക്കിഷ്ടമുണ്ട്, വെറുപ്പില്ല
എന്നാണ് ജാസ്മിൻ അവസാനം പറഞ്ഞത്. പക്ഷേ എൻ്റെ കണ്ണിൽ ഉണ്ടാവത്തില്ല. ഹയ്യാ, ഇനി നിങ്ങൾ തന്നെ പറ എന്താ നടക്കുക എന്നുള്ളത് കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ ജീവിതം വെച്ചിട്ടുള്ള ഗെയിമാണ്. ഒന്നും എനിക്ക് പറയാനില്ല. എന്ത് വെച്ചാൽ നിങ്ങൾ പ്രേക്ഷകർ തീരുമാനിക്കുക. ഞാനായിട്ട് നിങ്ങളെ ഒന്നും ഇനി അതാണ് ഇതാണെന്നൊന്നും പറയുന്നില്ല. നിങ്ങളാണ് വോട്ട് ചെയ്യുന്ന ആൾക്കാർ. നിങ്ങൾ തന്നെ തീരുമാനിച്ച് ഇവരിൽ ആരാണ് മികച്ചതെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. അത്രേ എനിക്കുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.